ഹായ് ഗൈസ്, കൂട്ടുകാരെ ഞാൻ ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ കഴിക്കാൻ വന്നതാണേ. ഭക്ഷണം കഴിക്കാൻ ഇത് പയറുമെഴുക്ക് പുരട്ടി, മാങ്ങാച്ചാറ്, മീൻകറി, രാവിലത്തെ സാമ്പാർ രാവിലെ ഉച്ചക്കത്തേക്കും കൂടെ വെച്ചു. പക്ഷേ തീർന്നു പോയി കൂട്ടുകാർ. ഇഡലി സാമ്പാറും എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടപ്പെട്ട ആഹാരം, അതുകൊണ്ടങ്ങ് കഴിച്ച്. ചിരി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് അവർക്ക് കഴിക്കും. ഇഷ്ടമാണ് സാമ്പാർ. ശരി, കഴിച്ചു നോക്കട്ടെ ഞാൻ. ഇച്ചിരി പയർ മെഴുക്ക് പുരട്ടി, മാങ്ങാച്ചാറ്, പിന്നെ ഇച്ചിരി മീൻ. ഞാനിന്ന് മീനിൻ്റെ തലയും എടുത്തു. കഴിച്ചു നോക്കട്ടെ കൂട്ടുകാരെ. കൊള്ളാമെങ്കിൽ പറയാൻ കൊള്ളാം. ഇപ്പോഴത്തെ മീനുകളൊന്നും അത്ര ശരിയല്ല, എന്നാലും നോക്കട്ടെ. ഞാൻ മുരിങ്ങക്കൊക്കെ ഇട്ടാണ് വെച്ച അയലമീൻ. കൊള്ളാൻ കിട്ടില്ല, സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മറ്റേ പള്ളിപ്പയറും അച്ചിങ്ങ പയറെന്ന് പറയും, അതാണ് മെഴുക്ക് പുരട്ടിയത്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. കൂട്ടുകാരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് 2 പെൺമക്കളാണ്. എനിക്ക് 2 പെൺമക്കളാണ്. 2 പെൺമക്കളുള്ള എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുന്നൊരു കാര്യം. നമ്മുടെ പെൺമക്കളെ നമ്മളിപ്പോൾ കല്യാണം കഴിക്കാനായി ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ കൊണ്ട് കുഴിയിലിറക്കാനല്ലല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ആൺപിള്ളേർ സ്ത്രീധനം വാങ്ങിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട് എല്ലായിടും. അതുകൊണ്ട് സ്ത്രീധനം കൊടുക്കണ്ട. പക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ അയക്കുമ്പം നമ്മളെല്ലാം നോക്കിയല്ലേ അയക്കൂ. നമ്മുടെ മക്കളെ പഠിപ്പിച്ച്, കഷ്ടപ്പെട്ട് നമ്മൾ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചിട്ട് അവരെ കെട്ടാൻ വരുന്ന പയ്യൻ അവളെ കൊണ്ടുപോയാൽ നോക്കാനുള്ള കഴിവുണ്ടോ എന്ന് നമ്മൾ നോക്കണം കൂട്ടുകാരെ. പെൺമക്കളുള്ള പാരൻസിനോട് ഞാൻ പറയുന്ന ഒരു റിക്വസ്റ്റ്: നമ്മുടെ മക്കൾ പോയാൽ അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടോ? അവർക്ക് എന്തുണ്ട്? ആ പയ്യന് ജോലിയുണ്ടോ? സ്ഥിരമായൊരു വരുമാനം ഉണ്ടോ? വിദ്യാഭ്യാസം ഉണ്ടോ? നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം ചെയ്ത് അത്രയും വിദ്യാഭ്യാസം നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞിരുന്ന ഈഗോ ഉണ്ടാകും, എന്നാലും അത് ഞാൻ പറയുന്നില്ല. ചിലപ്പം ആൺപിള്ളേർ വിദ്യാഭ്യാസം ഇല്ലാത്തവരും നല്ലപോലെ ജീവിക്കാൻ അറിയാവുന്ന പയ്യന്മാരുണ്ട്. അപ്പം അത് നമ്മൾ നോക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ മക്കൾ അവിടെ പോയാൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ? അവനെന്തുണ്ട്? അവന് വല്ല വസ്തുവുണ്ടോ? വീടുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കണേ കൂട്ടുകാരെ. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ സ്നേഹിച്ചിറങ്ങി പോവുകയാണെങ്കിൽ നമ്മളതൊന്നും തിരക്കണ്ട. അവളുടെ ഇഷ്ടത്തിന് പോയതല്ലേ, അവൾ അനുഭവിക്കട്ടെന്ന് വയ്ക്കാം. പക്ഷെ അങ്ങനെയും നമ്മൾ വിട്ടുകളയരുത്. അവർ തിരിച്ചു വരികയാണെങ്കിൽ, അതായത് അവിടെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണം കട്ടയ്ക്ക്. കേട്ടോ കൂട്ടുകാരെ, വിട്ടുകളയല്ലേ നമ്മളെ മക്കളെ വിട്ടുകളയരുത്. അവർ നമ്മളുടെ സ്വത്താണ്. അതുകൊണ്ട് ആ ഒരു കാര്യം പറയാനാണ് കൂട്ടുകാരെ ഞാൻ പറഞ്ഞത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കൂട്ടുകാരെ. അത് അനുഭവം, നമുക്കത് പാഠമാണ്. അവർക്ക് എന്തുണ്ടെന്ന് നമ്മൾ തിരക്കണം. അവർ പറയുമായിരിക്കും അത് തെറ്റാണെന്ന്, എന്തിനാ തിരക്കുന്നതെന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് എന്തുണ്ടെന്ന് ചോദിക്കും. നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസം ഇരിക്കുന്നത് ഏറ്റവും വലിയ ധനമാണ്. അത് നമ്മുടെ പെൺമക്കളെ നമ്മൾ വളർത്തി അടുക്കും ചിട്ടയായിട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. അതാണ് നമ്മുടെ ധനം. ആ സ്ത്രീ എന്ന ധനമാണ് നമ്മൾ ഏറ്റവും മൂല്യമുള്ളൊരു സാധനം അവർക്ക് കൊടുക്കുന്നത്. മനസ്സിലായ? അതും ഇപ്പം നമ്മളവിടെ അവൾ സുരക്ഷിതമാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം അയക്കാൻ. ഓക്കെ, ഇത്രയും പറയാൻ വേണ്ടിയായിരുന്ന ഞാൻ കൂട്ടുകാരെ ബോറടിപ്പിച്ചതല്ല. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ കണ്ണീരിലാഴ്ത്തരുതേ. അവരെ കൂടെ മുറുകെ പിടിക്കണേ കൂട്ടുകാരെ എല്ലാവരും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ, ടാറ്റാ.